നമ്മൾ വരാൻ വേണ്ടി പോകുന്നതാ. തിരിച്ചു പോകും. തിരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് 3 ടൈപ്പ് ബോഡി ഉണ്ട്. 3 ടൈപ്സ് ഓഫ് ബോഡി. ഒന്ന് നമ്മളെ ഈ ശരീരം, അതായത് സ്ഥൂല ശരീരം എന്ന് പറയും. സ്ഥൂലം നമ്മൾ ഈ കാണുന്നത് എന്താണ്? സ്ഥൂല ശരീരമാണ്. അത് കഴിഞ്ഞിട്ട് അതിനേക്കാളും വലിയൊരു സാധനമുണ്ട്, എന്ന് പറയുന്നത് സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്. സബ്റ്റിൽ ബോഡി, സൂക്ഷ്മ ശരീരം, വേറൊരു ശരീരം കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ആണെന്ത്? കുറച്ചുകൂടെ വലുതാണ്. ദാറ്റ്സ് കാരണ ശരീരം. ഈ കാരണ ശരീരം ഉള്ളത് കൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ജനിക്കാൻ വേണ്ടി കാരണം. അപ്പൊ മരിക്കുന്ന സമയം അപ്പൊ ഏതൊക്കെ ബോഡിയുള്ളത്? ഒന്ന് സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം. സബ്റ്റിൽ ബോഡി, പിന്നെ ഫിസിക്കൽ ബോഡി, സബ്റ്റിൽ ബോഡി ആൻഡ് കോസൽ ബോഡി. 3 ശരീരം. അപ്പൊ നമ്മൾ മരിക്കുന്ന സമയത്ത് എന്താ വിടുന്നത്? ഈ നമ്മളെ ഈ ഫിസിക്കൽ ബോഡി, ഈ ശരീരം നമ്മൾ എന്ത് ചെയ്യും? ദഹിപ്പിച്ചു കളയും, കത്തിച്ചു കളയും, അല്ലെങ്കിൽ കുഴിച്ചിടും. പക്ഷെ അപ്പോഴും എന്ത് ചെയ്യുന്നില്ല? ഈ നമ്മുടെ കാരണ ശരീരവും അതേപോലെ സൂക്ഷ്മ ശരീരവും ഒരു ബലൂണ് പോലെ, കുഞ്ഞു ബലൂണ് പോലെ എന്ത് ചെയ്യും? മുകളിലേക്ക് വരും. അത് ചെയ്ത കർമ്മങ്ങളൊക്കെ ആയിട്ട്. കണ്ണുകൊണ്ട് കാണാനൊന്നും പറ്റില്ല. പോലും മരിച്ചു കഴിഞ്ഞാൽ ബലൂണ് പോകുന്നുണ്ടോന്നും നോക്കണ്ട. ബലൂണ് പോകുന്നൊന്നും കാണാൻ പറ്റില്ല. അത്രയും സൂക്ഷ്മമാണ്. ചെറിയൊരു അത്രയും ഉണ്ടാവുള്ളൂ അതിന്റെ ആത്മാവിന്റെ സൈസ് എന്നാ പറയുന്നത്. അതെന്നെ മെല്ലെ പോകും. ചെയ്ത കർമ്മങ്ങൾ മുഴുവനും ആർജിച്ചെടുത്ത അറിവൊക്കെ ആയിട്ട് അതങ്ങ് നേരെ മുകളിലേക്ക് പോകും. ഇതേപോലെ എന്ന് പറഞ്ഞാലേ എന്നിട്ട് കുറച്ച് നാൾ കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യും? ഒരു 5-6 വർഷമൊക്കെ അവിടെ തങ്ങും. 5-6 വർഷം കഴിഞ്ഞതിന് ശേഷം, തങ്ങിയതിന് ശേഷം ആ ആത്മാവ് തന്നെ അനുയോജ്യമായ അച്ഛനും അമ്മയൊക്കെ കണ്ടെത്തും. അപ്പൊ നിങ്ങളെല്ലാം ആര് കല്യാണം കഴിക്കാനുള്ള തീരുമാനം എടുക്കുന്നത്, പെണ്ണ് കാണുന്നതും ചെക്കനെ കാണുന്നതും കല്യാണ കുറിപ്പ് നോക്കുന്നതും ഒക്കെ ആരുടെ ഇഷ്ടപ്രകാരം നടക്കുന്നതാണ്? മുകളിലെ ആത്മാവാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതിന്റെ സമയമാകുമ്പോഴെന്ത് ചെയ്യും? രണ്ടുപേരെ കൂട്ടിച്ചേർക്കും. അപ്പൊ ഈ ആത്മാവ് അതിന് വരാനാവുന്ന സമയത്ത് ഈ ചെക്കനെയും പെണ്ണിനെയും പിടിച്ചിട്ട് എന്ത് ചെയ്യും? കൂട്ടിച്ചേർത്തിട്ട് ഏതോ ഒരു സമയത്ത്, കൂടുതൽ കഡോമിനേഷൻ എന്ന് പറഞ്ഞൊരു ഉപനിഷത്തുണ്ട്, അതിൽ കൂടുതലായിട്ട് പറഞ്ഞുതരാം. ആ സമയമാകുമ്പോൾ അവിടെ ഗർഭപാത്രത്തിലേക്ക് വരും, ജനിക്കും. അപ്പൊ അച്ഛന്റെയും അമ്മയുടെയും കർമ്മത്തിനനുസരിച്ച്, ആത്മാവിന്റെ കർമ്മത്തിനനുസരിച്ചിട്ട് അച്ഛനെയും അമ്മയും അത് സെലക്ട് ചെയ്യും. അത് ജനിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അച്ഛനും അമ്മയ്ക്കുള്ള ഇഷ്ടം ഉണ്ടാവുന്നില്ല. അപ്പൊ ആ ഇഷ്ടം തോന്നാൻ കാരണം എന്താണ്? ഈ ആത്മാവായിരിക്കും ചിലപ്പോൾ ഇഷ്ടം തോന്നാൻ കാരണം. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം പല ആൾക്കാരും ഡൈവോഴ്സ് ചെയ്യാനുള്ള കാരണം തന്നെയാണ് അത്രയാ ആ ആത്മാവിന് ജോലിയുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിട്ടുപോകും. അതേപോലെയാണ് നമ്മൾ കുറച്ച് നാൾ കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യും? വരും, പിന്നെ അങ്ങ് പോകും. നമ്മളെ ഇതേതുപോലെ എന്ന് പറഞ്ഞാല് നമ്മളെ അലമാറയില് ഒരുപാട് ഡ്രസ്സ് ഉണ്ട്. നിങ്ങൾ ഇട്ട കുറേ ഡ്രസ്സുകളുണ്ട്, ഇനി ഇടാൻ പോകുന്ന കുറേ ഡ്രസ്സുകളും ഉണ്ട്. ഇട്ട കുറേ ഡ്രസ്സുകളുണ്ട്, ഓൾറെഡി നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിലൊക്കെ ഇട്ട കുറേ ഡ്രസ്സുകളൊക്കെ ഉണ്ട്. ഇനി ഓൾറെഡി കുറേ തയ്പ്പിച്ച് വെച്ച കുപ്പായ അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ഈ മുഷിഞ്ഞ ഡ്രസ്സ് ഇട്ട് നിങ്ങൾ എന്തിനാ പേടിക്കാൻ പോകുന്നത്? ഇപ്പൊ നിങ്ങൾ ഓൾറെഡി ഇട്ടത് എന്താ? 10, 30, 50, 60, 70, 80 വർഷമായി ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു മുഷിഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഇരിക്കുന്നത്, കുപ്പായ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്കത് പേടിയാണ്. എന്ത്? ഈ ഡ്രസ്സ് അയച്ചു വെക്കാൻ വേണ്ടിട്ട് ഉള്ളിൽ ഭയങ്കര പേടിയാണ്. ഇനി അടുത്ത പ്രാവശ്യം ഡ്രസ്സ് കിട്ടിയില്ലെങ്കിലോ? കിട്ടും. ഒരുപാട് ഡ്രസ്സ്, എല്ലാ കുപ്പായും അവിടെ തയ്പ്പിച്ച് റെഡിയാക്കി എവിടെ വെച്ചിട്ടുണ്ട്? നിങ്ങൾ അൽമാരയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഒന്ന് പോയി അൽമാരയിലേക്ക് പോയിട്ട് മാറ്റേണ്ട സമയം മാത്രമേ ഉള്ളൂ. സിമ്പിൾ. വേറൊരു പ്രശ്നമുണ്ട്. ചിലപ്പോൾ നിങ്ങളെ കർമ്മം ശരിയില്ലെങ്കിൽ ഒന്നെങ്കിൽ കുപ്പായത്തിന് കൈ ഉണ്ടാവില്ല, അല്ലെങ്കിൽ കുപ്പായത്തിന് കുടുക്കുണ്ടാവില്ല, അതും അല്ലെങ്കിൽ ചിലപ്പോൾ നൂല് പൊട്ടിയിട്ടുണ്ടാവും. ഇതൊക്കെ അനുഭവിച്ചോളണം. അപ്പൊ നല്ല കർമ്മം ചെയ്ത് കഴിഞ്ഞാല് അടുത്ത പ്രാവശ്യം വരുന്ന സമയത്ത് നല്ല കുപ്പായ ഇട്ടിട്ട് വരാം. മോശമാണെങ്കിൽ എന്താ? അവിടെ കീറിയതും കുടുക്കില്ലാത്തതൊക്കെ കുറെ കുപ്പായൊക്കെ ഉണ്ടാവും. അത് ഇട്ടിട്ട് തിരിച്ചു വരേണ്ടി വരും. സോ യു ഹാവ് സോ മെനി ബർത്ത്. ഒരുപാട് പ്രാവശ്യം നമ്മൾ ഈ ജനന മരണത്തിലൂടെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. സോ യു ആർ നോട്ട് ദ ബോഡി. നിങ്ങളെ ശരീരം അല്ല, മറിച്ച് എന്താണ്? ആത്മാവാണ്. അതുകൊണ്ട് അർജുന, വേക്കപ്പ്, വേക്കപ്പ്. നിങ്ങളോടല്ല കേട്ടോ, അർജുനോട് പറഞ്ഞാണ്. ഉണരൂ അർജുന, യു ആർ നോട്ട് ദ ബോഡി. നീ കൊല്ലാൻ പോകുന്നത് ആരെയല്ല? ആ ശരീരത്തിനെ കൊന്നു കഴിഞ്ഞാൽ ആത്മാവിനെ നിനക്ക് മുറിച്ച് നശിപ്പിക്കാനൊന്നും സാധ്യമല്ല. ആത്മാവിനെ എന്ത് ചെയ്യാൻ പറ്റില്ല?
കഷ്ണങ്ങളാക്കാൻ വേണ്ടി പറ്റില്ല, മുറിക്കാൻ വേണ്ടി പറ്റില്ല, അതിനെ കത്തിച്ച് കളയാൻ വേണ്ടി പറ്റില്ല. പിന്നെ വെറുതെ എന്തിനാണ് നീ ഇങ്ങനെ കിടന്നിങ്ങനെ മൂങ്ങുന്നത്, എന്തിനാണ് നീ കരയുന്നത്? വേക്കപ്പ്. അതിനെ വെള്ളം കൊണ്ട് ഒളിപ്പിച്ച് കളയാനും പറ്റില്ല, അഗ്നിക്കിരയാക്കാൻ പറ്റില്ല, അതിനെ മുറിച്ച് കളയാൻ പറ്റില്ല, വെള്ളം കൊണ്ട് ഒളിപ്പിച്ച് കളയാൻ വേണ്ടി പറ്റില്ല, അമ്പ് കൊണ്ട് തുളക്കാനും പറ്റില്ല ആത്മാവിനെ. വൈ ആർ യു ക്രൈയിങ്? ഈ കാണുന്നതൊക്കെ എന്താണ്? ഇവരൊക്കെ ശരീരമല്ല, അതൊരു ഡ്രസ്സ് മാത്രമാണ്. അതൊന്ന് കീറി കളയുന്നു അത്ര ലാഘവം മാത്രമേ ഉള്ളൂ. അവർ വേറെ ശരീരത്ത് കുറച്ചു നാൾ കഴിഞ്ഞ സമയത്ത്. അപ്പൊ നിന്റെ ധർമ്മം എന്ന് പറഞ്ഞ എന്താണ്? അവരിഷ്ട ആ കുപ്പായത്തെ ഒന്ന് വലിച്ചു കീറി കളയുക, അത്ര മാത്രമേ നിനക്ക് ജോലിയുള്ളൂ. അത് നിന്റെ ധർമ്മമാണ്, ചെയ്തോളൂ. അവർ കുറച്ച് കളയുന്ന സമയത്ത് വേറെ ഡ്രസ്സ് ഇട്ടിട്ട് വരും, വേറെ കുപ്പായിട്ടിട്ട് വരും. ഓൾറെഡി തയ്ച്ചു വെച്ചിട്ടുണ്ട് ഞാൻ, ഇനി എന്തിനാ പേടിക്കുന്ന ആവശ്യം? അത്രയും സൂക്ഷ്മമാണ് ഈ കാര്യം എന്ന് പറയുന്ന സമയത്ത്. യു ആർ നോട്ട് ദ ബോഡി, യു ആർ ദ സ്പിരിറ്റ്. നീ ആത്മാവാണ്. സാധാരണ തലത്തിലുള്ള ഒരാൾക്കാരോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവത്തില്ല. പക്ഷെ നമ്മള് ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ അഡ്വാൻസ് കോഴ്സും ഇതും കാര്യങ്ങളൊക്കെ ഒരുപാട് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യും. മെഡിറ്റേഷനിലേക്ക് ഇരിക്കുന്ന സമയത്ത് എന്ത് ഫീൽ ചെയ്യും? നമ്മള് ശരീരമല്ല, നമ്മള് വേറൊരു സ്പേസ് ആണ്. നിങ്ങൾ ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ എന്താണ് സുദർശന ക്രിയയൊക്കെ കഴിഞ്ഞിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയില്ലേ? ശരീരമില്ല. പല ആൾക്കാരും അനുഭവം പറയാറുണ്ട്, എനിക്ക് എന്താണ് ശരീരം ഇല്ലാത്തൊരു അവസ്ഥ തോന്നി, ഫ്ലോട്ടിംഗ് പോലെ തോന്നി, ഒരു സ്പേസ്, വേറെ ലോകത്തിലേക്ക് പോയി. ദാറ്റ് ഈസ് വാട്ട് യുവർ നേച്ചർ. അതാണ് നമ്മുടെ ശരിക്കുള്ള സ്വഭാവം എന്ന് പറയുന്നത്. ആ സ്പേസ് മുഴുവൻ നിറച്ചതുകൊണ്ടാണ് ഈ പ്രശ്നം. സ്പേസ് മുഴുവൻ എന്തുകൊണ്ട് നിറച്ചിട്ടുണ്ട്? ഉൾക്കണ്ടിയും പശ്ചാത്താപവും ഒക്കെ കൊണ്ട് നിറച്ച് അവസാനം സ്വസ്ഥതയില്ലേ ഉള്ളിൽ. ദിസ് ഈസ് ഒരു ധ്യാനമൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താവും? നമ്മൾ സ്പിരിറ്റ് ആണ്, നമ്മൾ ആത്മാവാണ്, അതിന് നാശം ഇല്ല. ഫിസിക്സിൽ ഒരു ലോ ഇല്ലേ? എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ബട്ട് ക്യാൻ ട്രാൻസ്ഫോം ഫ്രം വൺ ഫോം ടു അനദർ. മറ്റൊരു രൂപത്തിൽ ഒരു രൂപത്തിലേക്ക് മാറ്റാൻ പറ്റും. ഊർജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. ഇവരെന്ന് പറയുന്നത് നിങ്ങൾ മുന്നിലിരിക്കുന്ന കൗരവർ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ഭാഗത്തിലെ പാണ്ഡവരൊക്കെ എന്താണ്? ഊർജം തന്നെയാണ്. അതിന് ഒരു രൂപത്തിൽ മറ്റൊരു രൂപത്തിലേക്ക് മാറാൻ വേണ്ടി പറ്റും. നിനക്കതറിയത്തില്ല, പക്ഷെ എനിക്കതറിയാം എന്ന് പറഞ്ഞു. അപ്പൊ അർജുന് കുറച്ചൊന്ന് അവയർനെസ് കൊടുക്കുകയാണ്. കുറച്ചൊരു സന്തോഷമായി. എന്താണ് ഇത്രയും സമയം അർജുന്റെ വിഷമം എന്താണ്? ഞാൻ ദ്രോണാചാര്യരെ എങ്ങനെയാണ് കൊല്ലുക, ഭീഷ്മപിതാവരെ എങ്ങനെയാണ് കൊല്ലുക, എന്റെ ബന്ധുക്കളെ എങ്ങനെയാണ് കൊല്ലുക? അപ്പൊ ഇപ്പൊ എന്തായി? ജസ്റ്റ് ഒരു ഷർട്ട് കീറുന്ന ഒരു ലാഘവത്തോടു കൂടി അത്ര മാത്രമേ ഉള്ളൂ. നീ നിന്റെ ധർമ്മം ചെയ്യൂ. ധർമ്മം ചെയ്തില്ലെങ്കിൽ എന്താവും? ഒരു ക്ഷത്രിയന്റെ ധർമ്മം ചെയ്തില്ലെങ്കിൽ എന്താവും? പാപം കിട്ടും. അപ്പൊ ഇത്രയും സമയം കൃഷ്ണൻ എന്താ പറഞ്ഞത്? കൃഷ്ണൻ അർജുനോട് പറഞ്ഞത്, ആദ്യം പറഞ്ഞത് ഈഗോ ഒന്ന് മെല്ലെ ഒന്ന് ഉണർത്തുന്ന സമയത്ത് പറഞ്ഞത്, നിന്നെ കുറിച്ച് ആൾക്കാർ എന്താ വിചാരിക്കുക? നാണക്കേടല്ലേ? ഇത്രയും വലിയ നാണക്കേട് വേണം? 47 ലക്ഷം ആൾക്കാർ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നീ ഒന്ന് നിന്റെ ഒരു ഇൻസ്പിറേഷനാണ് അല്ലെ? നമ്മളെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നീ തളർന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? ഒരു ടീമിലെ ക്യാപ്റ്റൻ കളിക്കാൻ ഇറങ്ങി, ടീമിലെ ക്യാപ്റ്റൻ പറയാണ്, എനിക്ക് പറ്റില്ല, അവരെ കണ്ടിട്ട് എന്റെ കളി മുട്ടൊക്കെ വറക്കുന്നു, ആകെ തളർന്നു പോകുന്നു, എന്റെ കൈ വറക്കുന്നു, ബോൾ അടിക്കാൻ പറ്റില്ല, അല്ലെ ഷട്ടിൽ അടിക്കാൻ പറ്റില്ല, എനിക്ക് പറ്റുകയില്ല എന്ന് പറഞ്ഞ് ഞാൻ കളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഐ വാണ്ട് ടു ക്വിറ്റ്, ഞാൻ ഈ കളിക്കുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതേ അവസ്ഥയുണ്ട്. അപ്പൊ ആ സമയത്ത് എന്തെയും മെല്ലെ ഈഗോ ഒക്കെ ഒന്ന് പോക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത്, നീ ശരീരമല്ല, നീ ആത്മാവാണ്, നീ ആരെയും കൊല്ലുന്നുമില്ല, ഒന്നിനെയും നശിപ്പിക്കുന്നില്ല, അതാണ് സത്യം എന്ന് പറയുന്നത്. സത്യം എന്ന് പറയുന്നത് ത്രികാല അബാധിതം സത്യം, 3 കാലത്തിനും അതീതമായാണ് സത്യം എന്ന് പറയുന്നത്. അപ്പൊ എന്താണോ ഉള്ളത് അത് സത്യം, എന്താണോ ഇല്ലാത്തത് അത് അസത്യം. അപ്പൊ നിങ്ങളുടെ ശരീരം എന്ന് പറഞ്ഞ സത്യമാണോ? 3 കാലത്തിനും അതീതമായിരിക്കണം സത്യം എന്ന് പറയുന്നത്. നിങ്ങളുടെ ശരീരം സത്യമാണോ? അല്ല. കാരണം കുറച്ച് നാളെയും സമയത്ത് 10, 60, 70 എത്രയാണോ നിങ്ങളെ എക്സ്പയറി ഡേറ്റ്, അത് കഴിയുന്ന സമയത്ത് ഈ ശരീരം അങ്ങ് പോവും, പഞ്ചഭൂതങ്ങളായിട്ട് അങ്ങ് പോവും, പ്രപഞ്ചത്തിന്റെ ഭാഗമായിട്ട് അങ്ങ് പോവും അല്ലേ? അപ്പൊ നിങ്ങളുടെ ശരീരം എന്ന് പറഞ്ഞാൽ എന്തല്ല? സത്യമല്ല. അതിൻ്റെ ഉള്ളിൽ ഒരു സത്തുണ്ട്, അതാണ് നിങ്ങൾ ത്രികാല അപാദിതം സത്യം. അപ്പൊ ഉള്ളത് ഒരിക്കലും നശിക്കുന്നില്ല, നശിക്കുന്നതൊരിക്കലും സത്യമില്ല. നീ എന്തിനാണ് പിന്നെ വെറുതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്?
അപ്പൊ ഈ കാര്യം അർജുനന് മനസ്സിലായി എന്ന് വിചാരിച്ചോളൂ. അതായത് എന്ത്, ഈ കാണുന്നത് മുഴുവനും ഈ ലോകത്തിലെ എല്ലാ ആൾക്കാരും ഊർജം മാത്രമാണ്, ചൈതന്യം മാത്രമാണ്, ആത്മാവ് മാത്രമാണ് എന്ന് മനസ്സിലായി. അർജുനന് മനസ്സിലായി വിചാരിച്ചോളൂ. അടുത്ത സ്പോട്ടിൽ അർജുനനെ എടുത്തിട്ട് അമ്പ ചെയ്യൂലേ? എന്നാ ശരി കൃഷ്ണ, നമുക്ക് വാക്കുവാ നിൽക്കുക, നമുക്ക് യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എന്താവും, യുദ്ധം തുടങ്ങും. പക്ഷെ പിന്നെയും എടുത്ത് എത്ര അധ്യായം? 16 അധ്യായം വീണ്ടും എടുത്തു. വീണ്ടും ശ്ലോകങ്ങൾ ചൊല്ലേണ്ടി വന്നു. അതായത് പല ആൾക്കാർക്കും ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് അറിവുകളൊക്കെ നേടിയിട്ടുണ്ട്, ഇൻഫർമേഷൻ ഉണ്ട്, പക്ഷെ എന്തില്ല, വിസ്ഡം എന്ന് പറഞ്ഞ ലെവലിലേക്ക് എത്തല് കുറച്ച് പണിയാണ്. അർജുന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എന്തില്ല, അത് ആ ഒരു ജ്ഞാനത്തിന്റെ ലെവലിലേക്ക് എത്തണമെങ്കിൽ കുറേയും കൂടെ പണിയാണ്. അർജുന എനിക്ക് മനസ്സിലായാ എന്ന് ചോദിച്ചു. എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഒരു ചെറിയൊരു സംശയം ഉള്ളിലുണ്ട്. ഇനി എത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം സാഖ്യയോഗത്തിന്റെ അടുത്ത പാർട്ട് പറയാണ് ബുദ്ധിയോഗം. ഒരു അവയർനെസ് ഒക്കെ കൊടുത്തു, നീ ആത്മാവല്ല, നീ ശരീരമല്ല, മറിച്ച് എന്താണ്, ആത്മാവാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പോഴും അർജുനൻ കുടുങ്ങിക്കിടക്കുന്ന ഒരു ലോജിക് ഉണ്ട്, ഒരു സംഗതി ഉണ്ട്. അതും കൂടെ എന്ത് ചെയ്യണം, മെല്ലെ ഒന്ന് മാറ്റി കൊടുക്കണം, പൊളിച്ചു കൊടുക്കണം. നമ്മളെ ലോജിക്കാണ് നമ്മളെ പ്രശ്നത്തിന് കാരണം. നമ്മൾ ഉണ്ടാക്കിയ കുറെ കോൺസെപ്റ്റുകൾ. എന്റെ വീട്ടിലൊരു പൂച്ചയുണ്ട്, മഹാശല്യക്കാരനാണ്. എന്താ പറയുക, അതിന്റെ പ്രശ്നം എന്താ അറിയാവോ? മൂപ്പർക്ക് ഒരുപാട് കോൺസെപ്റ്റുകളുണ്ട്, കുറെ ആശയങ്ങളുണ്ട്. ഒന്ന് ചപ്പാത്തി കൊടുത്താല് തിന്നൂല, ദോശ കൊടുത്തു കഴിഞ്ഞാല് തിന്നത്തില്ല, ചോറ് കൊടുത്താലും എന്തില്ല, തിന്നൂല, പാലൊന്ന് ജസ്റ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ അടുത്ത കുറച്ചൊന്ന് മണപ്പിച്ച് നോക്കിയാൽ കഴിക്കും. ആകെ കഴിക്കണ എന്തെങ്കിലും എന്താണ് ബേക്കറി ഐറ്റംസ് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ കരഞ്ഞോണ്ട് വരുന്നുണ്ട്, എന്തെങ്കിലും ബേക്കറി ഐറ്റംസ് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അത് കഴിക്കുള്ളൂ. ഉണങ്ങി ചുക്കായിട്ടുണ്ട് ഇപ്പോഴേ. എന്തുകൊണ്ടാണ് ഉണങ്ങി ചുക്കാവാൻ കാരണം? മൂപ്പരെ കോൺസെപ്റ്റ്, മൂപ്പരെ ലോജിക്ക്, ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് വേണ്ടതാ മീനും ഇറച്ചിയൊക്കെയാണ്, അത് നീ എനിക്ക് തരൂലെന്നും അറിയാം. ആകെ ഉള്ളത് രസമായിട്ട് വായിക്ക് രുചിയിലെ കഴിക്കാൻ പറ്റിയ സാധനം എന്ന് പറഞ്ഞാൽ എന്താണ്, കുറച്ച് ബേക്കറി ഐറ്റംസ് ആണ്. അത് മേടിച്ചുകൊണ്ട് പോകും, അത് മൂപ്പര് കഴിച്ചോളൂ. ഇതേപോലെയാണ് നമ്മളെ അവസ്ഥ. നമ്മൾ കുറെ കോൺസെപ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊക്കെ കുടുങ്ങിക്കിടക്കും. ഇല്ല സ്വാതന്ത്ര്യം മുഴുവനും ഒക്കെ അതുകൊണ്ട് പോവുകയും ചെയ്യും. അപ്പൊ ഇതിലേക്ക് കിട്ടണ എന്ത് വേണം, അത് അറിയണമെങ്കിൽ നമുക്കുള്ളില് വിസ്ഡം വേണം. അപ്പോ ഈ പ്രശ്നങ്ങൾക്ക് മുഴുവനും കാരണം എന്ന് പറയുന്നത് നമ്മളെ ഇന്ദ്രിയങ്ങളാണ്. ഇന്ദ്രിയങ്ങൾ പുറത്തേക്ക് ഒഴുകുന്നതുണ്ട്. ഇതിനെ കുറിച്ച് തന്നെ ഇപ്പൊ പറഞ്ഞത് എത്തി. ഇന്ദ്രിയങ്ങളാണ് പ്രശ്നങ്ങളൊക്കെ കാരണം. അപ്പോഴെന്ത് ചെയ്യണം, ഇനി ഇന്ന് പുറത്ത് കിടക്കണ്ടേ? എങ്ങനെ പുറത്ത് കിടക്കണം? ഒരു ആമ അത് മെല്ലെയാണ് ചലിക്കുക. അപ്പൊ ആമ ചലിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അതിന്റെ കൈയും കാലുകളും തലയൊക്കെയും എല്ലാം ഉള്ളിലേക്ക് ഉൾവലിയും, കംപ്ലീറ്റ് ആയിട്ട് ഉൾവലി കഴിഞ്ഞ് എപ്പോഴാണോ ആ പ്രശ്നം പുറത്തേക്ക് കിടക്കുന്നത്, ആ പ്രശ്നം ഇല്ലാതായിട്ട് മാറുന്നത്, അപ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ആമ വീണ്ടും തല ആദ്യം പുറത്തേക്കിടും, ആദ്യം കൈയും കാലൊക്കെ പുറത്തേക്ക് ഇട്ടതിന് ശേഷം മെല്ലെ ഒന്നും പ്രശ്നമൊന്നും ഇല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ തല മെല്ലെ പുറത്തേക്കിടും. ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത്, ജീവിതത്തിൽ വിഷമങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് സൊല്യൂഷൻ പുറത്തല്ല, മറിച്ച് എവിടെയാണ്? പ്രശ്നങ്ങളുടെ സൊല്യൂഷൻ എവിടെ തന്നെയാണുള്ളത്? നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. എപ്പോഴാണോ നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ ഉള്ളിലേക്ക് വരുന്നത്, ഉൾവലിയുന്നത് അവസ്ഥയിലേക്ക് വരുന്നത്, അപ്പോൾ നിങ്ങൾ എന്താവും, നിങ്ങളുടെ മനസ്സ് വളരെയധികം റിലാക്സ്ഡ് ആവും. അതാണ് സാധനയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പൊ സാധന ചെയ്യാത്ത ഒരാൾക്കാർക്ക് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ എന്ത് ചെയ്യില്ല, തലയിൽ കയറത്തില്ല. ഇറ്റ്സ് സോ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ എത്രമാത്രം പ്രാധാന്യം ഉണ്ടെന്ന് അറിയോ നിങ്ങൾ ചെയ്യുന്ന സാധനയ്ക്ക്? നിങ്ങൾ സാധനയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താവും, ആ സമയത്ത് നിങ്ങൾ എന്താ ചെയ്യുക, സാധന ചെയ്യുന്ന സ്പിരിച്വൽ പ്രാക്ടീസ്, പ്രാണായാമവും ഭസ്ത്രിക്കയും സുദർശനക്കയും ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യുക, നമ്മൾ സെൻസസ് പുറത്തേക്കല്ല പോകുന്നത്, ഇന്ദ്രിയങ്ങളൊക്കെ ഉള്ളിലേക്ക് വലിയാൻ തുടങ്ങും. അപ്പൊ നിങ്ങൾ ഉള്ളിൽ മെല്ലെ എന്താവും, നിങ്ങളുടെ ഉള്ളിൽ തന്നെ മനസ്സിലാവും, ഐ ആം നോട്ട് എ ബോഡി, ഐ ആം ദ സ്പേസ്. ഞാൻ നിത്യമായ ഒരു ശാന്തിയാണ്, സന്തോഷമാണ്, നമുക്കൊരു ഫീലിംഗ് നമ്മുടെ ഉള്ളിലുണ്ടാവും.
ആ സമയത്ത് നമ്മളെ മനസ്സ് നോർമലായിട്ട് വരാൻ തുടങ്ങും. കുറച്ചൊരു പ്രാണായാമം ചെയ്യുന്ന സമയത്ത് മനസ്സ് മെല്ലെ നോർമൽ ആവാൻ തുടങ്ങും. അപ്പോഴെന്താവും, ഇമോഷൻ കുറച്ചും കൂടെ സ്റ്റെബിലൈസ് ചെയ്യാൻ തുടങ്ങും. ഇമോഷണലി ബാലൻസ്ഡ് ആവും. വൈകാരികമായിട്ട് വിഷമങ്ങളൊക്കെ ഒന്ന് പോയി ഒന്ന് നോർമലായിട്ട് വരും. ആ സമയത്ത് മാത്രമേ നമ്മളെ ഇന്റലക്ട്, ബുദ്ധി എന്ത് ചെയ്യും, കറക്റ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് അർജുനന് യുദ്ധഭൂമിയിൽ വെച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ള തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റാത്തത്? എന്തുകൊണ്ടാണ്? ബിക്കോസ് ഈസ് മൈൻഡ് ഫ്രസ്ട്രേറ്റഡ് ആണ്, ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ബുദ്ധി വർക്ക് ചെയ്യുന്നില്ല. ഇനി നല്ല തീരുമാനങ്ങൾ എപ്പോഴും എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ? എപ്പോഴാണോ ആ മനസ്സ്, പുറത്തേക്ക് ഒഴുകിയ മനസ്സ്, ഇന്ദ്രിയങ്ങളുടെ പുറത്തേക്ക് ഒഴുകിയ മനസ്സ് ഒന്ന് ഉൾവലിയുന്നത്. ഉൾവലിയുന്ന സമയത്ത് മനസ്സൊന്ന് ശാന്തമാവും. സാധന ചെയ്യുന്ന സമയത്ത് മനസ്സ് ശാന്തമാവുന്ന സമയത്ത് വികാരങ്ങൾ തനിയെ ഇല്ലാതെയാവും. വികാരങ്ങൾ പോകുന്ന സമയത്ത് എന്താവും, ബുദ്ധിക്ക് തീഷ്ണത വരും. അപ്പൊ ശാന്തമായ മനസ്സിൽ മാത്രമേ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ ദിസ് ഈസ് ദ ബ്യൂട്ടി ഓഫ് വാട്ട്? സാധന. അപ്പൊ സാധന ചെയ്യണം. സാധന ചെയ്യുന്ന സമയത്ത് എന്താവും, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ എന്താവും, 100% ഫോക്കസ് വരാൻ തുടങ്ങും. എന്താവും, ഇന്റലക്ട് ഷാർപ്പ് ആവുന്ന സമയത്ത് ഇതെല്ലാം പരസ്പരം കണക്റ്റഡ്. അതുകൊണ്ടാണ് ആർട്ട് ഓഫ് ലിവിംഗ് കോഴ്സ് നോക്കിയ 7 ലെവൽസ് ഓഫ് എക്സിസ്റ്റൻസ് പറയാൻ കാരണം എന്താ? 7 തലങ്ങൾ എന്ന് പറയാൻ കാരണം എന്താ? ശരീരം, ശ്വാസം, മനസ്സ്, ബുദ്ധി, ഓർമ്മ, അഹം, ആത്മാവ്. 7 തലങ്ങൾ. ഈ 7 തലങ്ങൾ ഹാർമണിയിലായിരിക്കുന്ന സമയത്ത്, ഹാർമണിയുടെ മലയാളം എന്താ? അത് തന്നെ, ഹാർമണി ആയിരിക്കുന്ന സമയത്ത് എന്താവും, കാര്യങ്ങളൊക്കെ സുഗമമായിട്ട് പോകാൻ തുടങ്ങും. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറ്റും. സോ അതാണ് സാധനയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. അത് ഒരു കാരണവശാലും അർജുനെ പോലെ ആവാൻ വേണ്ടി പാടില്ല. അർജുനെ പോലെ ആവാൻ വേണ്ടി പാടില്ല ഒരു അവസ്ഥയ്ക്ക്. അതിൽ നിന്നൊക്കെ പുറത്ത് കിടക്കാനുള്ള മാർഗം ആര് തന്നിട്ടുണ്ട്? ഗുരു തന്നിട്ടുണ്ട്. അപ്പൊ ബുദ്ധി തീഷ്ണമാകുന്ന സമയത്ത് നമ്മൾ ഫോക്കസ് ഉണ്ടാവും. എന്താണ് ചെയ്യേണ്ടത്, എപ്പോഴും എന്ത് ചെയ്യണം എന്നൊക്കെ ഒരു ഫോക്കസ് ഉണ്ടാവും. ഫോക്കസ് ഉണ്ടാവുന്ന സമയത്ത് എന്താവും, അത് സന്തോഷത്തിലേക്ക് നയിക്കും. അപ്പൊ സന്തോഷം കിട്ടണം എന്ത് ചെയ്യണം? ബാക്കിയുള്ള 6 തലങ്ങളൊക്കെ, 6 തലങ്ങളും ശരീരവും ശ്വാസവും മനസ്സും ബുദ്ധിയും ആത്മാവും ഒക്കെ ഒരു ക്രമീകൃതമായ ഒരവസ്ഥയിലേക്ക് എത്തുന്ന സമയത്ത് യു വിൽ ബി ഫോക്കസ്ഡ് ആയിരിക്കും. ആ സമയത്ത് നമുക്കുള്ളിൽ പരമമായ ശാന്തി നമ്മൾ അനുഭവിക്കും. ഇപ്പൊ സുദർശന ക്രിയ ചെയ്യുന്ന സമയത്ത് എന്താവും, ഈ 6 തലങ്ങളും എന്ത് ചെയ്യും, ബാലൻസ് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് നിങ്ങൾ തിരിച്ചറിയും, റിയലൈസ് ചെയ്യും. പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കോഴ്സിലൊക്കെ, ആ 100 പേരുടെ കോഴ്സൊക്കെ പറഞ്ഞ സമയത്ത് ഭഗവാൻ കൃഷ്ണനെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ലൊരു സ്മെല്ല് വന്നു, ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു, ഒരു പ്രകാശം ഫീൽ ചെയ്തു. സോ യു ആർ ദ സ്പേസ്, യു ആർ ദ ജോയ്, നോളേജ് ഒക്കെ ആണെന്നുള്ളൊരു ഫീലിംഗിലേക്ക് വരും. ഇപ്പോഴും അർജുനൻ 1ാം ക്ലാസ് തന്നെ ഉണ്ടത്രേ കേട്ടാ, പാസ്സായിട്ടൊന്നും ഇല്ല, ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടത്രേ. 2ാം ക്ലാസ്സിലേക്ക് പോണത്രേ. ഇപ്പോഴും പറഞ്ഞിങ്ങനെ ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോജിക് കൊണ്ട് ആദ്യം നീ ശരീരമല്ല എന്നൊക്കെ പറഞ്ഞു, പിന്നെ നീ ബുദ്ധിയുടെ എങ്ങനെയാണ് നമ്മൾ ബുദ്ധിയെ ഒക്കെ, നമ്മുടെ മനസ്സിനെയും ബുദ്ധിയൊക്കെ എങ്ങനെ നിയന്ത്രിക്കാൻ വേണ്ടി പറ്റും? ത്രൂ ദ സ്പിരിച്വൽ പ്രാക്ടീസസ്. ആത്മീയ സാധനയോട് മാത്രമേ പറ്റത്തുള്ളൂ. അതിനാര് വേണം? 9 പത്തായോ? സമയം നോക്കിയില്ല. ഇപ്പൊ നിർത്താട്ടോ. ആത്മീയ ഒരു ഗുരുവിന്റെ ആവശ്യം വേണമെന്നാ പറയുന്നത്. ക്ലിയർ? അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കൂ, അർജുന്റെ ഭാഗത്ത് കൃഷ്ണൻ ഇല്ലെങ്കിൽ അർജുനൻ പറയും, യുധിഷ്ഠിരൻ ചേട്ടാ, ഭീമൻ ചേട്ടാ, എനിക്ക് പറ്റുന്നില്ല, എന്റെ മുട്ട് വർക്കുന്നുണ്ട്, എന്തെങ്കിലും ചെയ്തേ പറ്റും, നമുക്ക് മതിയാക്കിയിട്ട് ഇപ്പൊ പോവാന്ന് പറയും. കുരുക്ഷേത്ര യുദ്ധം ഉണ്ടാവില്ല, ഒരു യുദ്ധം ഉണ്ടാവില്ല. അവിടെ കൃഷ്ണൻ ഉള്ളത് കൊണ്ടാണ് ആ ധർമ്മം പാലിക്കാൻ വേണ്ടി പറ്റത്. അപ്പൊ ഒരു ഗുരു വളരെയധികം പ്രാധാന്യമുണ്ട്, ഇമ്പോർട്ടന്റ് ആണ് സ്പിരിച്വൽ പ്രാക്ടീസസ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഞാൻ ഇന്നലെ എന്റെ കൂടെ പഠിച്ച 2-3 പേര് ഈ ഇതിലുണ്ട്, പങ്കെടുക്കുന്നുണ്ട്. അപ്പോ BEd പഠിച്ച സമയത്തൊക്കെ. അപ്പൊ ഇന്നലെ ഒരു ഒന്നിച്ച് പഠിച്ച നമ്മളെന്റെ നാച്ചുറൽ സയൻസ് ആണ് എന്റെ BEd എന്ന് പറഞ്ഞത്. ധന്യ വന്നിട്ടുണ്ട് തോന്നുന്നു. ധന്യ പറഞ്ഞു, പ്രവീൺ ഒരുപാട് മാറി എന്ന് പറഞ്ഞു. ഞാൻ 2002-ലാണ് കോഴ്സ് ചെയ്യുന്നത് ആർട്ട് ഓഫ് ലിവിംഗ് കോഴ്സിൽ. ധന്യ ചെയ്യുന്നത് 2003-ലാണ് ആർട്ട് ഓഫ് ലിവിംഗ് കോഴ്സ് ചെയ്യുന്നത്. ധന്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈസ് സോ പാഷനേറ്റ് അബൌട്ട്
ഗുരുദേവ് ആൻഡ് ആൾസോ കൃഷ്ണനെയും ഭയങ്കര ഇഷ്ടമാണ്, അതേപോലെ ഗുരുദേവനെയും ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പൊ നീ ഒരുപാട് മാറിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയാണ്. നീ 2003 കോഴ്സ് ചെയ്തിട്ട് വിട്ടു. പക്ഷെ ഞാൻ 2002 കോഴ്സ് ചെയ്തു. പക്ഷെ ഞാൻ എൻ്റെ ഹൃദയത്തില് ഞാൻ ആരെ കൊണ്ടുവരുന്നു? എൻ്റെ ഗുരുവിനെ ഞാൻ കൊണ്ടുവരുന്നു. അപ്പൊ ഗുരു നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന സമയത്ത് എന്താവും? സാധനയൊക്കെ ചെയ്യുന്ന സമയത്ത് പണ്ട് കാലത്തിലെ ആൾക്കാർക്ക് അറിയാം എന്തായിരുന്നു ഞാൻ, എങ്ങനെയായിരുന്നു എന്നൊക്കെ. രാജീവിനൊക്കെ വ്യക്തമായിട്ട് അറിയാം. നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. സ്പിരിച്വൽ ആയിട്ടുള്ള ക്ലെൻസിങ് നടക്കാൻ തുടങ്ങും. വേറൊരു തലത്തിലേക്ക് നമ്മൾ മെല്ലെ മെല്ലെ വരാൻ തുടങ്ങും. ഒറ്റൊരു മാർഗം മാത്രമേ ഉള്ളൂ, എന്താ? സ്പിരിച്വൽ പ്രാക്ടീസസ്. ദാറ്റ് ഈസ് വാട്ട് ദ ബ്ലെസ്സിങ് ഈസ് ദ റിയൽ മിറാക്കിൾ. അനുഗ്രഹമാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു കഥ പറഞ്ഞിട്ട് നിർത്താം. വീട്ടില് കുരുക്ഷേത്ര യുദ്ധത്തിന് സമയമൊന്നും ആയിട്ടില്ലല്ലോ, 5 മിനിറ്റ് കൊണ്ട് കാത്തുകൂലേ? ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. എത്ര മനോഹരമായിട്ടാണ് ഗുരുജി പ്ലാൻ ചെയ്യുന്നതെന്നില്ലാണ്. ചിലപ്പോൾ ഫേസ്ബുക്കിലേക്ക് വന്നതാണ്. ഇപ്പൊ ഒരു മാർച്ച് 23 നടന്നതാണ്. ലോക്ക്ഡൌൺ എപ്പോഴാണ് ഉണ്ടായിരുന്നത്? മാർച്ച് 22, 23. ആദ്യത്തെ ഒരു ജനതാ കർഫ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് എന്ത് ചെയ്തു? നമ്മുടെ പ്രധാനമന്ത്രി ജനതാ കർഫ്യൂ ചെയ്തു. പിന്നെ അതിനുശേഷം പെട്ടെന്ന് തന്നെ ഈ സമയത്ത് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. അപ്പൊ ഒരു ടീച്ചർ, നമ്മൾ ആട്ടോപ്പിന്റെ ഒരു ടീച്ചർ ഡൽഹിയിൽ കുടുങ്ങിപ്പോയി. പെട്ടെന്ന് ഫ്ലൈറ്റ് ഉണ്ട്, പക്ഷെ ബാക്കിയൊക്കെ ബന്ധാണ്. അദ്ദേഹത്തിന് ഒരു വേറെ സ്ഥലത്തേക്ക് പോകണം. അപ്പൊ ഭാഗ്യവശാൽ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. ഫ്ലൈറ്റിൽ കയറി അദ്ദേഹത്തിന് ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങി. അവിടെ ഇറങ്ങുന്ന സമയത്ത് രാത്രിയായി. കംപ്ലീറ്റ് ബ്ലോക്ക്ഡ് ആണ്. പോലീസ് എവിടെയും അനുവദിക്കുന്നില്ല, ഒരു സ്ഥലത്തേക്ക് പോകുന്നില്ല, ഒരു വണ്ടി ഒന്നും അറിയുന്നില്ല. അയാൾ വീട്ടിലെത്തണമെങ്കിൽ ഏകദേശം 4 മണിക്കൂർ വേണം. ആരും ഉറങ്ങുന്നില്ലല്ലോ ടീച്ചറെ? ഇല്ല. ഓക്കെ, 4 മണിക്കൂർ വേണം വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. ഇദ്ദേഹത്തിന് ആകെ വിഷമായി. വീട്ടിലെത്തണം, പക്ഷെ 4 മണിക്കൂർ പോകണം. വണ്ടി വിളിച്ചിട്ട് ഒന്നും കിട്ടില്ല. ഒരാൾക്കാരും ഓടുന്നില്ല. കാരണം കുറച്ചൊരു 2-3 കിലോമീറ്റർ ഒക്കെയാണ് പോകാൻ ഓട്ടോറിക്ഷയൊക്കെ ഉണ്ട്. ആരും വിളിച്ചു എത്തുന്നില്ല. പോലീസുകാരൊന്നും ഒരു സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാൻ വിടുന്നില്ല. അത്രയും സ്ട്രിക്റ്റ് ആയ അവസ്ഥയാണ്. അപ്പൊ ഇദ്ദേഹം നേരെ ഗുരുജിയെ വിളിച്ചു. ഗുരുജി, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഗുരുജി, വണ്ടി ഒന്നും കിട്ടുന്നില്ല, എനിക്ക് വീട്ടിലേക്ക് എത്തണം, ഞാൻ ആകെ ടെൻസ്ഡ് ആണ്, അർജുന്റെ അവസ്ഥയാണ് ഒക്കെ പറഞ്ഞു. ആങ്സൈറ്റിയാണ്, ഉത്കണ്ഠയാണ്, എന്താവും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഗുരുജി പറഞ്ഞു, നോക്കൂ എവിടേക്കാ, 1-2 കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് എന്തെങ്കിലും വണ്ടിയൊക്കെ കിട്ടുമോ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒന്ന് നോക്കൂ, നടന്നു നോക്കൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അദ്ദേഹം വീണ്ടും നടക്കാം, ഗുരുജി പറഞ്ഞല്ലേ 1-2 കുറച്ച് നടന്നു നോക്കാം. അവിടെയൊക്കെ നോക്കി. അപ്പൊ ഒരു 1-2 കാറുകാരെയൊക്കെ കണ്ടു. അവര് പറഞ്ഞു ഒരു 7000 രൂപയാവും, 4 മണിക്കൂർ യാത്ര ചെയ്യാൻ 7000 രൂപയ്ക്ക് ആവുമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം വീണ്ടും ആകെ 3000 രൂപയൊക്കെ പോക്കറ്റിൽ. ഇപ്പൊ ഗുരുജിയെ വീണ്ടും വിളിച്ചു. ഗുരുജി പറഞ്ഞു അവര് വലിയ പൈസ പറയുന്നുണ്ട്, 7000 രൂപയൊക്കെ പറയുന്നുണ്ട്. അത്രയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, യു ഡോണ്ട് വറി, ഒന്നുകൂടെ നോക്കൂ. ഇയാള് കുറെ കൂടെ നോക്കി, യാതൊരു ഫലവുമില്ല, ആരും കാണുന്നില്ല. ഇയാൾക്ക് ആകെ വിഷമായി. ഗുരുജി എന്തെങ്കിലും പറയുന്നത്, കുറച്ചുകൂടെ നോക്കൂ, കുറച്ചുകൂടെ നോക്കൂ എന്ന് അത്രേ പറയുള്ളൂ. പക്ഷെ ആരും കാണാനും ഇല്ല. അപ്പൊ കുറച്ച് സമയം കഴിയുന്ന സമയത്ത് ഗുരുജി പറഞ്ഞു, ഒരു 7 മണി വരെ നീ കാത്തു. 7 മണി വരെ അവിടേക്ക് ഒന്ന് പരിധി നോക്കൂ, ആരെങ്കിലൊക്കെ വരുന്നു പറഞ്ഞു. ഇനിയാണ് രസകരമായ സംഭവം നടക്കുന്നത്. 7 മണിയാവുന്ന സമയത്ത് ഇദ്ദേഹത്തെ ഫോണിൽ വിളിക്കേണ്ട ഒരാള്. ഫോണിൽ വിളിച്ചിട്ട്, ചേട്ടാ നിങ്ങൾ എവിടെയാ ഉള്ളത്? കഹാൻ ഭായി എന്നൊക്കെ ഹിന്ദിയിലൊക്കെ ചോദിച്ചു, എവിടെയാ ഉള്ളത് എന്ന് ചോദിച്ചു. ഞാൻ വിമാനത്താവളത്തിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അപ്പൊ ശരി, ഞാൻ തൊട്ട് മുന്നിലായിട്ട് വണ്ടി നിർത്തിയിട്ട് ഇങ്ങോട്ടേക്ക് പോന്നോളൂ എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. പെട്ടിയൊക്കെ എടുത്തിട്ട് ഈ കാറിന്റെ ഉള്ളിലേക്ക് കയറി ഡിക്കിയില് സാധനമൊക്കെ വെച്ചു. കാറിന് നല്ല കയറിയിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ ആരെയും ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, കുറച്ചു നേരത്തെ തന്നെ ഗുരുജി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഗുരുജി വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് പോവാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഗുരുജിയാണ് എന്നെ ഇങ്ങോട്ടേക്ക് വിട്ടു എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഗുരുജി അറിയാം? ഇദ്ദേഹം പറയാണ്, കുറെ വർഷങ്ങൾക്ക് മുന്നേ 1982 അങ്ങനെയാണെന്ന് തോന്നുന്നു. കുറെ വർഷം, ഗുരുജിയുടെ ചെറിയ കാലത്ത് 10-25 വയസ്സൊക്കെ ആവുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഇതേപോലെ ആ സ്ഥലത്ത് വെച്ച് ഡൽഹിയിലാണ് സംഭവം നടക്കുന്നത്. ഡൽഹിയിൽ വെച്ചിട്ട്, ഡൽഹിന്റെ ഫ്ലൈറ്റ് കയറി വേറെ സ്ഥലത്ത്, ഏത് സ്ഥലമാണെന്ന് പറഞ്ഞിട്ടില്ല, ആ സ്ഥലത്ത് ഗുരുജി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് ഇദ്ദേഹത്തെ കാറിൽ കയറ്റിയത് ആരായിരുന്നു? ഈ ഡ്രൈവറാണ്. എന്റെ ഗുരുജി കാറിൽ കയറിയിരുന്നു. കാറിൽ കയറിയിരുന്നിട്ട്
പല വഴികളിലൂടെയും അയാൾ സഞ്ചരിച്ചിട്ട് ഒരു ദിവസം ഗുരുജിയുടെ കൂടെ ഇയാൾ താമസിച്ചു. ഗുരുജി അദ്ദേഹത്തെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യിപ്പിച്ചു. എന്നിട്ട് നന്ദി പറഞ്ഞിട്ട് തിരിച്ചുപോയി. അങ്ങനെ കുറെ വർഷങ്ങൾക്ക് ശേഷം ഏകദേശം 2009 തോന്നുന്നു, 2009 2010 വീണ്ടും ഗുരുജി എന്ത് ചെയ്തു, ഇദ്ദേഹത്തെ ഫോൺ വിളിച്ചു. അപ്പൊ ഒന്ന് ആലോചിക്കണേ, 1982 എന്ന് പറഞ്ഞ മൊബൈൽ ഫോണും കാര്യങ്ങളൊന്നും ഇല്ല. ഗുരുജി ഇതേ സ്ഥലത്ത് ഇറങ്ങിയ സമയത്ത് പോവാൻ വേണ്ടിയിട്ട് ഇതേ കാറുകാരനെ വിളിച്ചു. 2009 തോന്നുന്നു, 2009 കാറ് വിളിച്ചിട്ട് ഫോൺ വിളിച്ചിട്ട് ഞാൻ എവിടെയുണ്ട്, ഇന്ന സ്ഥലത്തുണ്ട്. ഗുരുജി പറഞ്ഞു ഇങ്ങോട്ടേക്ക് വരൂ എന്ന് പറഞ്ഞു. അപ്പൊ അത് വേഗം കാറൊക്കെ എടുത്തിട്ട് നേരെ അവിടെ പോയി. കാറ് പോണ സമയത്ത് ഗുരുജിയോട് ചോദിച്ചു, ഗുരുജി നിങ്ങൾക്ക് എങ്ങനെ എന്റെ ഫോൺ നമ്പർ കിട്ടിയത്? പണ്ട് നമ്മൾ ആദ്യം കാണുന്ന സമയത്ത് എനിക്ക് ഫോൺ നമ്പർ മൊബൈൽ നമ്പർ ഒന്നും ഉണ്ടായിട്ടില്ലയോ, പക്ഷെ അങ്ങക്ക് എങ്ങനെയാ എന്റെ ഫോൺ നമ്പർ കിട്ടിയത്? ഗുരുജി ജസ്റ്റ് ചിരിച്ചോണ്ടിരുന്നു, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. നീ ഒരു കാര്യം ചെയ്യണം, കുറെ വർഷങ്ങൾക്ക് ശേഷം, ഒരു 11 വർഷങ്ങൾക്ക് ശേഷം എനിക്ക് നിന്റെ ഒരു ആവശ്യം ഉണ്ടാവും. 11 വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യണം, നിന്റെ ഒരു ആവശ്യം വരും. അന്ന് നീ എന്നെ സഹായിക്കാൻ നിൽക്കുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ തീർച്ചയായിട്ടും സഹായിക്കാൻ നിൽക്കും, വയനാട്ട് എന്തുകൊണ്ടില്ല. ആ 11ാമത്തെ വർഷമാണിത്. ഈ 2020 മാർച്ച് 23 പറഞ്ഞ ദിവസം ഗുരുജി ഇദ്ദേഹത്തെ വിളിച്ച് പറയുന്നത്, എൻ്റെ ഒരു ശിഷ്യനുണ്ട്, ഓട്ടോപ്ലിൻ ടീച്ചർ ഉണ്ട് അവിടെ വിമാനത്താവളത്തിൽ കാത്തു നിൽക്കുന്നത്, അവനെ ഒന്ന് കൊണ്ട് എവിടെ വിടണം, വീട്ടിൽ വിടണം. 1982 ഏത് വഴിയിലൂടെയാണോ ആ കാറ് സഞ്ചരിച്ചത്, അതേ വഴിയിലൂടെയാണ് 2020 മാർച്ച് 23 ആ കാറ് പോകുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഈ ഓട്ടോപ്ലിൻ ടീച്ചർ കാറിൽ ഇരുന്നിട്ട് ഇതൊക്കെ കേൾക്കുകയാണ് ആ ഡ്രൈവർ പറയുന്ന കാര്യങ്ങൾ. സോ അമേസിങ്, എത്രമാത്രം കെയർ ആണെന്ന് നോക്കി ആലോചിച്ചൊക്കെ. 1982 ഗുരുജി പ്ലാൻ ചെയ്തിരിക്കുന്നു ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ വേണ്ടി പോകുന്നുണ്ട് എന്നില്ലേ. എന്തുമാത്രം മനോഹരമായിട്ടുള്ള ഗുരുദേവൻ നോക്കി. എത്രയോ വർഷങ്ങൾക്ക് കഴിഞ്ഞിട്ട് നടക്കാൻ പോകുന്ന കാര്യം വേണ്ടി പോലും നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പ്ലാൻ ചെയ്തിരിക്കുന്നു. അപ്പോ ആ ഓട്ടോപ്ലിൻ ടീച്ചർ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ വഴിയിലൂടെ അല്ല സഞ്ചരിക്കേണ്ടത്, ശരിക്കും ഗുരുവിന്റെ പാതയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ there is no problem, you will take every moment, there will be protection. ആ ഒരു കണക്ഷൻ മാത്രമേ നമ്മുടെ ഉള്ളില് ആവശ്യമുള്ളൂ. എപ്പോഴാണോ അർജുന് ആ ഒരു ആവശ്യം ഫീൽ ചെയ്തത്, അതേപോലെ എപ്പോഴാണ് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആ വിളി വരുന്നത്, റൈറ്റ്, there is a protection always. എല്ലാ സമയം ഗുരുജി ഇങ്ങനെ ഫോൺ ചെയ്തിട്ട് പറയണമെന്നില്ല, ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ മാർഗം ഒക്കെ നിങ്ങളുടെ മുന്നിലുണ്ടാവും. So that is the beauty of this knowledge. So this is the Sankhya Yoga and Buddhi. പക്ഷെ ഒരു നിമിത്തമുണ്ട്, അതിന്റെ ലാസ്റ്റ് പറയാം എന്തുകൊണ്ടാണ് ഞാൻ ഭഗവത്ഗീത എടുക്കാൻ വേണ്ടി തയ്യാറായത് എന്നുള്ളത് ഞാൻ അവസാനം പറയാം, ലാസ്റ്റ് ഡേ പറയാം. സോ ദർ ഇസ് എ സംതിങ് ബിയോണ്ട് അവർ ഇമാജിനേഷൻ. എന്തോ സംഭവം നടന്നിട്ടുണ്ട്, ഞാൻ ഇത് എടുക്കാനേ വിചാരിച്ചില്ലേ. പക്ഷെ പഠിക്കാൻ പറ്റി. കുറെ സമയം വായിക്കണം, കുറെ കാര്യങ്ങൾ നോക്കണം. ഓക്കെ. जय जय राधा रमन हरि बोल, 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 जय जय राधा